പാരമ്പര്യമായിട്ട് ഹൃദ്രോഗം വരുമോ ഇല്ലയോ എന്നുള്ളതിന് അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ, നമ്മുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ പൂർവികന്മാർ, അച്ഛൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ഇങ്ങനെ ഹൃദ്രോഗം ഉണ്ടായിരുന്നു, അവർ ഒരു ഹൃദയാഘാതം മൂലം മരണപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ ഒരു 50% ചാൻസ് ഉണ്ട് നമുക്കും അതായത് കുട്ടികളിലും ഈ ഹൃദ്രോഗം വരാനുള്ള സാധ്യത. അപ്പോൾ എന്താണ് ഈ പാരമ്പര്യമായിട്ട് വരാവുന്ന അസുഖം? ഈ പാരമ്പര്യമായിട്ട് വരാവുന്ന അസുഖം എന്ന് പറയുന്നത് ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയയാണ്. അതായത് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എൻസൈമുകളുടെ ഒരു ഡെഫിഷ്യൻസി. എന്താണ് ഈ എൻസൈം ഡെഫിഷ്യൻസി? സാധാരണഗതിയിൽ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു അംശം മെറ്റബോളൈസ് ചെയ്യുന്നത് ലിവറിൽ ഒരു എൻസൈം മുഖേനയാണ്. അപ്പോൾ ഈ ലിവറിൽ, ഈ കരളിലുണ്ടാകുന്ന ഈ എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രോഗികളിൽ ഈ കൊളസ്ട്രോൾ മെറ്റബോളിസത്തിനെ അത് അഫക്റ്റ് ചെയ്യുകയും ശരീരത്തിൽ കൊളസ്ട്രോൾ, അതായത് കൊഴുപ്പ് അടിഞ്ഞുകൂടാനുള്ള ഒരു ടെൻഡൻസി ചെറുപ്പകാലങ്ങളിൽ മുതലേ ഉണ്ടാവുകയും അവരൊരു 30-35 വയസ്സാകുമ്പോഴത്തേക്കും ഇവരുടെ രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്നതായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. ഇതിനാണ് ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പാരമ്പര്യമായിട്ട് ഈ ജനറ്റിക് ഡിസീസായിട്ട് നമ്മൾ കണക്കാക്കപ്പെടും. അതായത് ജനറ്റിക്കായിട്ട് ഈ എൻസൈം ഡെഫിഷ്യൻസി കാരണം ഈ കൊച്ചു കുഞ്ഞുങ്ങളിൽ മുതൽ മധ്യവയസ്സിലുള്ള ആളുകളും പൂർവികന്മാർ, അതായത് അവർക്ക് എല്ലാവർക്കും ഹൃദ്രോഗം വരാനുള്ള ഒരു ടെൻഡൻസി, അതായത് ഇത് ഒരു 50% അവർ പറയുന്നത്. പക്ഷേ ഈ 50% തന്നെ ചില സിബ്ലിങ്സിൽ, ചില കുട്ടികളിൽ ഇത് പൂർണ്ണമായിട്ടും അവർ രക്ഷപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഈ അസുഖം പാരമ്പര്യമായി ട്രാൻസ്മിറ്റ് ചെയ്യാതെ. അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ള ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ റെഗുലറായിട്ട് കൊളസ്ട്രോളിൻ്റെയും അതിൻ്റെ മറ്റ് കമ്പോണൻറ്റുകളുടെയും അതിൻ്റെ ലെവൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ മരുന്നുകളും മറ്റും തിട്ടപ്പെടുത്താനായിട്ട്.